ഹലോ 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 നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ ഗൈസ്, നമ്മുടെ പുതിയൊരു GTA 5 എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ ഗൈസ്, എൻ്റെ അമ്മേ ഫീവറാണ് കേട്ടോ. ഗൈസ്, നമ്മുടെ കഥയിലേക്ക് വരാം. ഗൈസ്, നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ചേട്ടൻ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ വേറൊരു പുതിയൊരു ബംഗ്ലാവ് പോലത്തെ ഒരു വീട് പണിത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ചേട്ടൻ ഒന്ന് അവിടെ പോയി നമ്മുടെ വീട് എങ്ങനെയുണ്ടെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചേട്ടനല്ലേ, നമുക്ക് എന്താണ് നമ്മുടെ വീടിൻ്റെ അവസ്ഥ എന്ന് പോയി നോക്കാം. പണിത് കഴിഞ്ഞിട്ടുണ്ട്, നമ്മളെ അവിടെ ചെന്നിട്ട് അന്വേഷിക്കാനാണ് പറഞ്ഞത്. ഓക്കെ ഗൈസ്, നമ്മളത് വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ചേട്ടൻ്റെ പറഞ്ഞ വീട്. ഓക്കെ, അത്യാവശ്യം ഒരു വലുതാണ്, കണ്ടംപററി സ്റ്റൈലാന്ന് തോന്നിട്ടാ. ഇത് കണ്ടംപററി സ്റ്റൈല് വീടാണ്. ഫ്രണ്ടിൽ നിന്ന് കണ്ടാൽ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം റിച്ച് ആണ്. നമുക്ക് എന്തായാലും അകത്തേക്ക് പോവാം. ഓക്കെ ഗൈസ്, അയ്യോ ഇന്ന് തീർന്ന്. ഇനി പുതിയ ഗേറ്റ് നമ്മൾ പണിത് കൊടുക്കേണ്ടി വരും. എന്തായാലും അവിടെ ഇരിക്കട്ടെ, നമുക്ക് എന്തായാലും അകത്ത് കയറി നോക്കാം. നമ്മളെന്തായാലും തള്ളിയപ്പോൾ ഗേറ്റ് പാഞ്ഞു പോയി. അയ്യോ, ഇനി അടുത്തതിൻ്റെ ചേട്ടൻ നിൽക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടുത്തെ സെറ്റപ്പ് നോക്കാം. എൻ്റെ അത്രയ്ക്കും വലിയ വീടല്ല തോന്നുന്നു. ഓക്കെ, ഇവിടെ 2 കാറുകൾ ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം കൂടിയ വണ്ടിയാണ്. ഇതിനൊന്ന് പേരെയും ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അത്യാവശ്യം കൂടിയ വണ്ടികളൊക്കെ ആയിരിക്കും. ഇത് ചേട്ടൻ്റെ വണ്ടികൾ വിട്ടിട്ട് പോയതാണ്, മരിക്ക് പോലും ഇടില്ല. വണ്ടികളുടെ ഒരു വിലയില്ല കേട്ടോ ഇപ്പോൾ. അപ്പോൾ നമുക്ക് ബാക്കിൽ അത്യാവശ്യം വലിയൊരു ബാക്ക് യാർഡ്. എൻ്റെ മോനെ സീനാണല്ലോ, അത്യാവശ്യം വലിയൊരു സെറ്റപ്പ് ബാക്ക് യാർഡാണ്. നല്ല പെട്ട വ്യൂ ആട്ടാ, അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്. എൻ്റെ മോനെ ഗായ്സ്, നിങ്ങൾ ആ വ്യൂ നോക്കി കിടലോസ്കി. ഇവിടുന്ന് നോക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ബാക്കിൽ നിന്നാണ് നമ്മുടെ വീടിൻ്റെ ഭംഗിയിരിക്കണേ. അപ്പോൾ നമുക്ക് എന്തായാലും വീടിൻ്റെ അകത്ത് കയറി നോക്കാം. ഇവിടെ അത്യാവശ്യം ചെടികളും ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഇവിടെ നിന്നുള്ള നമ്മുടെ വ്യൂ സൂപ്പറായി. ഓക്കെ, ഇതേ നമ്മുടെ ഇൻഫിനിറ്റി പൂളാണിത്. നമുക്കിത് ഇങ്ങനെ ചാടി പോവാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്ത് എന്നിട്ട് നോക്കാം. ഓക്കെ, നമ്മുടെ ടേബിൾ പൂള് പോലെ സാധനമാണ്. ഇവിടെ മറ്റേ ദാഹിക്കുമ്പോൾ സ്പ്രൈറ്റിൻ്റെ ക്യാനിൽ ജ്യൂസൊക്കെ കുടിക്കാം. ഓക്കെ, നമുക്കിനി എന്തായാലും അകത്തേക്ക് പോകാം. ഓക്കെ, ഇത് പുതിയൊരു ഫെറാറി പോലത്തെ ഒരു വണ്ടി വന്നിട്ടുണ്ട്. ഇത് മിനിറ്റിന് വണ്ടി മാറ്റാന്ന് തോന്നുന്നു ഗൈസ്. ഓരോ ടൈമിലും ഇതേ വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പുറത്തെ വിശേഷം നമ്മൾ കണ്ടല്ലേ, ഇനി അകത്ത് എന്തിട്ട് കാണിച്ചു വെച്ചാൽ നോക്കാം. എന്തായാലും പുറത്ത് ഇത്ര സൂപ്പർ ആണെങ്കിൽ അകത്തും പെട്ട സാധനമായിരിക്കും ഗൈസ്. എൻ്റെ മോന് നോക്ക് ഗൈസ്, ഇത് വീടിൻ്റെ അകത്ത് പ്ലെയിനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്തായാലും സ്ക്രാപ്പിൽ നിന്നുള്ള പ്ലെയിനായിരിക്കും, പക്ഷെ വെച്ച് സൂപ്പറായി. എന്തായാലും പ്ലെയിന് നല്ല പൈസയുള്ളതാണ്. എൻ്റെ മോനെ നല്ല വിശാലായ ടേബിൾ ഉണ്ട് കേട്ടോ ഗൈസ്, ഡൈനിങ് ടേബിള്. എത്ര പേരൊക്കെയാണെങ്കിലും വന്നിരുന്ന് ഭക്ഷണം കഴിക്കാം. അത്യാവശ്യം റിച്ച് ആയിട്ട് ലക്ഷറീസ് ആയിട്ടുള്ള സ്ഥലമാണ് ഇതുള്ളത്. എൻ്റെ മോനെ പുറത്തുള്ള വ്യൂ നോക്കി, എന്തായാലും കലക്കി. നല്ല സൂപ്പർ വീടാട്ടോ പണിത്. അപ്പോൾ നമുക്ക് എന്തായാലും അടിയിൽ വേറെ എന്തൊക്കെ ഉള്ളതെന്നൊക്കെ നോക്കാം. ഓക്കെ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ലിവിങ് റൂം ഇങ്ങനെയുണ്ട്. എൻ്റെ മോനെ മുകളിലത്തെ ആ പ്ലെയിനാണ് ഗൈസ് ഈ വീട്ടിലത്തെ ഏറ്റവും ഹൈലൈറ്റ് ഉള്ള സാധനം. എന്തായാലും കലക്കിയിട്ടുണ്ട്, സൂപ്പർ സാധനം. ഇതങ്ങനെ തലമണ്ട വന്ന് വീണ ഒക്കെ ചത്തുപോയി. വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, നമ്മുടെ ലിവിങ് റൂമൊക്കെ സൂപ്പറായി. എൻ്റെ മോനെ ഇതാണ് നമ്മുടെ റൂം. ഇവിടെ കിടന്നുറങ്ങി കഴിഞ്ഞാൽ എല്ലാം കാണാട്ടെ ഗൈസ്. നമ്മുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തൊക്കെ കാണാം, ഇവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് കാണാം. എന്തായാലും നമ്മൾ സെക്യൂരിറ്റി വയ്ക്കണ ആരും വേറെ ആരും സീൻ പിടിക്കാൻ വരില്ല എന്ന് തോന്നുന്നു. നമ്മളെ മലയാളികളെ പോലെ ആയിരിക്കില്ല ഇവിടുത്തെ ആൾക്കാർ. ഓക്കെ, നമ്മൾ വിഷയത്തിൽ തന്നെ മറന്നു. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ വീട് കേട്ടാ. നമ്മുടെ ഉദ്ദേശിച്ചത് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വീട്, ഫ്രാങ്ക്ലിൻ്റെ ചേട്ടൻ്റെ വീട്. ഫ്രാങ്ക്ലിൻ്റെ ചേട്ടൻ അറിയാലോ, അത്യാവശ്യം ഭയങ്കര റിച്ചാണ്, റിച്ച് മാൻ. അപ്പോൾ ഇതൊക്കെയാവും ചിലപ്പോൾ റിയലിസ്റ്റിക്കിൻ്റെ പരിപാടിയാണ്. ഓക്കെ ഗൈസ്, ഇവിടെ കുറേ ഗെയിമിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. വെറുതെ ഇരിക്കുമ്പോൾ ഇതാക്കാൻ എന്തായാലും സാധാരണക്കാരൻ്റെ ഇത് പറ്റുമോ തോന്നുന്നില്ല. അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് തന്നെ ഇത് പറ്റുള്ളൂ തോന്നുന്നത്. ഗൈസ്, സീൻ ഇതിൻ്റെ മണ്ടയിൽ എന്നിട്ട് നമുക്ക് നോക്കാം. ഗൈസ്, ഇതിൻ്റെ മണ്ടയിലും വേറെ സെറ്റപ്പ് ആയിട്ടുള്ള റൂമുണ്ട് ഗൈസ്. ഇതെന്തായാലും നല്ല പൈസയുള്ള വീടായിരിക്കും. നമുക്ക് എന്തായാലും മേടിക്കാൻ പറ്റില്ല, അത്യാവശ്യം പൈസയുള്ള വീടാണ്. ഇതിൻ്റെ മണ്ടയിലൊക്കെ എന്തിട്ടാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഗൈസ്, നമുക്ക് ഏറ്റവും മുകളിൽ ടെറസിൽ പോയി നോക്കാം, എന്തിട്ടൊക്കെ ഉള്ളത് നോക്കാം. ഓക്കെ ഗൈസ്, ഒരു ഹെലികോപ്റ്റർ ഉണ്ട് കേട്ടാ. ഈ വീട് മേടിക്കുമ്പോൾ ഹെലികോപ്റ്റർ സ്വന്തമാണെന്ന് തോന്നുന്നത്. എന്തായാലും ഹെലികോപ്റ്ററൊക്കെ ഉണ്ട്. അപ്പോൾ റേഞ്ച് ചില്ലറല്ല, നല്ല പൈസ ആയിരിക്കും വീടിനുള്ളത്. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു സ്ഥലത്ത് ഇത്ര വലിയ വീടൊക്കെ പണിയണമെങ്കിൽ വേറെ ലെവലായിരിക്കും. ഇവിടെ സ്ഥലത്തിനൊക്കെ നല്ല വിലയാണ്. എൻ്റെ മോനെ ഇത് എന്തിട്ടാണ്, ഇത് ലിഫ്റ്റാന്ന് തോന്നിട്ട്. അത് ലിഫ്റ്റ് തന്നെയാ.
ഇങ്ങനത്തെ ടൈപ്പ് ലിഫ്റ്റൊക്കെ ഇവിടെ വേറെ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ഇട്ടോട്ടാ നമ്മുടെ കമന്റ് ബോക്സിൽ. ഓക്കെ, ഒരു കാര്യം പറയാൻ നന്നായി, നമ്മുടെ ചാനൽ ആരും കാണാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നോക്കിയോളൂ. എന്നാലും നമുക്ക് ഇതുപോലെ വീഡിയോസ്, അടിപൊളി വീഡിയോസ് ഒക്കെ വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഗൈസ്, മറ്റേ കാറുകളൊക്കെ കണ്ടില്ലേ? അപ്പോൾ ശരി കേട്ടാ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.